അതൊരു മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കിച്ചണിൽ നിന്ന് കൊടുത്തിന് അലീന ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് അലീനയോട് വന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ അലീന ചോദിക്കുന്നുണ്ട്, അല്ല മോള് വല്ലതും കഴിച്ചോ എന്ന്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ ചായ വെച്ച് കുടിച്ചിരുന്നു എന്ന്. അലീനക്കും കൃഷ്ണമോൾക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കൃഷ്ണമോള് ഒരു പക്ഷേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. അലീന പറയുന്നുണ്ട്, മോൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കും. കൃഷ്ണമോളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. ആ സമയത്തിന് അലീന പറയുന്നുണ്ട്, ഇനി എന്തിനാ മോൾ എങ്ങനെ വിഷമിക്കുന്നത്, ഞാൻ തിരികെ വന്നില്ലേ എന്ന് ചോദിക്കും. എന്നാലും എനിക്കിപ്പോഴും അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേച്ചി, ആകപ്പാടെ വിഷമത്തിലായിരുന്നു. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായതെന്നറിയോ? കുറെ ആൾക്കാർ വെല്ലുവിളികളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, എന്തൊക്കെയാ വിളിച്ചു പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല ബബിത ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ആ ബബിത ചേച്ചി ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാണ്. അറിയാലോ ചേച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച്. ചേച്ചി മുറുകകത്ത് കയറിയിട്ട് കഥ കടച്ച് കാമുകനുമായിട്ട് സൊള്ളിക്കൊണ്ടിരിക്കുവാണ്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും കലി അടങ്ങുന്നില്ല എന്ന് പറയും. സാരമില്ല മോളെ, പോട്ടെ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന കൃഷ്ണമോളെ ഇങ്ങനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അതിനുശേഷം അലീന ബാലചന്ദ്രനെ വിളിക്കാണ്. ബാലചന്ദ്രനെ വിളിച്ചിട്ട് എത്തി എന്ന് പറയണല്ലോ. പാവം അച്ഛനാണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിരിക്കുമെന്നറിയാം. അങ്ങനെ സുലോചനയുടെ ഫോണിലേക്കായിരിക്കും അലീന വിളിക്കുന്നത്. സുലോചന ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ബാലചന്ദ്രൻ കോൾ എടുത്തിട്ട് പറഞ്ഞിട്ട്, മോൾ എത്തിയോ എന്നൊക്കെ ചോദിക്കും. ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല മോൾ അവരെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട്, ഇല്ലാച്ചാ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് എന്നെ ഉപദ്രവിക്കാനൊക്കെ പറ്റും, എന്നെ ദേഹോപദ്രവമൊന്നും അവർ ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെ എന്തൊക്കെയാ അവർ ചോദിച്ചെന്ന് പറയുന്ന സമയത്തിന് അലീന പറഞ്ഞിട്ട്, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലാച്ചാ, അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്ക്. നാളെ രാവിലെ തന്നെ ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറയാട്ടോ. അലീന അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ ശരിക്കും ഒന്ന് സമാധാനമായി. അലീനയുടെ വാക്കൊക്കെ കേട്ടപ്പോൾ അലീന നേരെ മനുശങ്കറിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് താൻ വീട്ടിലെത്തിയ കാര്യമൊക്കെ പറയും. അത് കേട്ടപ്പോൾ മനു പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാ. അതെങ്ങനെയാ? അപ്പോ ആ സമയത്ത് തന്നെ അമ്മ അതിന് സമ്മതിച്ചില്ല. ഇവിടെ നിന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പിടിവാശിയായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അലീന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മനുവേട്ട, ഏതായാലും അവരെന്നെ വിട്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്നെ ചോദ്യം ചെയ്യിക്കാനൊന്നും വിളിക്കത്തൊന്നുമില്ല എന്നും പറയണേ. അങ്ങനെ അലീനക്കും ഒരു സമാധാനമായി. അന്ന് രാത്രി കിടന്നിട്ട് അലീനക്ക് ഒട്ടും തന്നെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അലീനയുടെ മനസ്സ് മുഴുവൻ രോഹിതായിരുന്നു. കാരണം രോഹിത് ആ ലോക്കപ്പിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അത് അലീനക്ക് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷനായിരുന്നു. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല രോഹിത്തിനെ കാണുകയോ മറ്റോ ചെയ്തോ അലീന ചേച്ചി എന്നൊക്കെ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറഞ്ഞിട്ട്, ഇല്ല അങ്ങനെയൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല മോളെ, പക്ഷേ ഞാൻ അവനെ കണ്ടു എന്നല്ലാതെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയും. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി, രോഹിത്തിനെ അവിടെ നിന്നും ഇറക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? ഇറക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ അതിനുള്ള ശിക്ഷ കിട്ടുമെന്ന് പറയും. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കൃഷ്ണമോൾ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ പത്രം എടുത്തു നോക്കുകയാണ്. അങ്ങനെ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ആ ഒരു വലിയ വാർത്ത, അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസും ഷർട്ടൊന്നും ഇടാതെ ആ ഒരു ബർമുട മാത്രം ഇട്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ വലിയ സൈസിൽ അതിൽ വന്നിട്ടുണ്ട്. അവർ 4 പേരുടെയും, രോഹിത്തിന്റെയും ഹരിശങ്കറും ഉൾപ്പെടെ ആ ഒരു 2 ഫ്രണ്ട്സും കൂടിയിട്ടുള്ള ആ ഒരു ഫോട്ടോസ് ആയിരിക്കട്ടോ. അത് കണ്ടതോടുകൂടെ ഞെട്ടിപ്പോവാണ് കൃഷ്ണമോള്. അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരൊറ്റ ഓട്ടായിരിക്കും അകത്തേക്ക് കൃഷ്ണമോള്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അലീന ചേച്ചി ഇതൊന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ ആ ഒരു സെറ്റിയിലേക്ക് അങ്ങ് തളർന്നിരിക്കുകയാണ് കൃഷ്ണമോള്. അപ്പോഴായിരിക്കും അലീന ആ ഒരു കാഴ്ച കാണുന്നത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ വലിയ തലക്കെട്ടോട് കൂടത്തിനെ ആ ഒരു പത്രവാർത്തയിൽ വലിയ വാർത്തയായിട്ടുണ്ടാവും. +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 4 ചെറുപ്പക്കാർ അറസ്റ്റിലെന്ന ആ ഒരു തലക്കെട്ടായിരിക്കും വലിയ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ബാലചന്ദ്രന്റെ പേരും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഇവർ ഇതിനു മുൻപ് പീഡന ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന്. അവിടെ ജോലിക്ക് വന്നിരുന്ന അലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ ആ പരാതി ബാലചന്ദ്രൻ അങ്ങ് ഒതുക്കി തീർത്തിരിക്കുകയാണ്. അവർക്ക് കുറെ ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കി തീർക്കുകയാണ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ബാലചന്ദ്രനെയും അലീനയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കട്ടോ പത്രത്തിൽ ഇങ്ങനെ കുറെ വാർത്തകളൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാതെ അങ്ങനെ തല കറങ്ങുന്നത് പോലെ തോന്നി. കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി ഇത് കണ്ടോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നത്, മോളെ നീ സങ്കടപ്പെടുന്നു വേണ്ട ചേച്ചി, ഇതിപ്പോ എന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടു കാണില്ലേ, എന്റെ ടീച്ചേഴ്സൊക്കെ കണ്ടു കാണില്ലേ, നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ടു കാണത്തില്ലേ.
അതൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കൃഷ്ണമോള് ഭയങ്കര കരച്ചിലായിരിക്കും. അതിപ്പോ ചേച്ചി ഇനി ഞാൻ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? പിന്നെ ഭവിത ചേച്ചിക്ക് കോളേജിലേക്ക് പോണ്ടേ? എന്റെ അച്ഛൻ കടയിലേക്ക് പോണ്ടേ? അച്ഛന് കട തുറന്നെടുക്കാനായിട്ട് ഇനി പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് കൃഷ്ണമോള് ഭയങ്കര കരച്ചിലായിരിക്കും. അതിനൊക്കെ ഉത്തരം പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അലീനക്ക്. കാരണം അലീനക്കറിയാം ഇനി സംഭവിക്കാൻ പോകുന്നതെല്ലാം എന്താണ് എന്ന്. നാളെ ഇത് വലിയ കോലാഹലങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കേസ് തന്നെയാണ്. നാളെ മിക്കവാറും ഇതിന്റെയൊക്കെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല. അതൊക്കെ ഓർത്തപ്പോ അലീനക്കും വല്ലാതെ ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ആയിരുന്നു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു രേവതിക്കുട്ടിക്കും. രേവതിക്കുട്ടി രാവിലെ തന്നെ പത്രമെടുത്ത് മാമച്ചന് കൊണ്ടുപോയി കൊടുക്കാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫ്രണ്ട് പേജിൽ തന്നെ ആ ഒരു വാർത്ത കണ്ടു. പെട്ടെന്ന് രേവതിക്കുട്ടി അത് വായിച്ചു. രേവതിക്കുട്ടിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു കാരണവുമില്ലാതെ അലീന ചേച്ചിയുടെ പേരും കൂടി ഇതിനകത്തേക്ക് വലിച്ചഴിച്ചു വെച്ചിരിക്കുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് അലീന ചേച്ചി. എന്നിട്ട് പത്രം അങ്ങനെ മാമച്ചാനും ഗ്രേസിയാമൊക്കെ കാണുന്നുണ്ട്. അവർക്കതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ആ സമയം തന്നെ രേവതിക്കുട്ടി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ആൻറ്റി എന്ന് ചോദിക്കും. അതെ, എന്ത് ചെയ്യാനാ മോളെ, ഇത് മനഃപൂർവ്വം ആരും ചെയ്തതുപോലെ ഉണ്ടല്ലോ എന്ന് പറയും. ഒരു പക്ഷേ അലീന പരാതി എഴുതി കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് പറയും. പക്ഷേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അലീനയുടെ പേരും ഈ ഒരു പത്രത്തിൽ വന്നില്ലേ. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ അങ്ങനെ നിൽക്കുമായിരിക്കും, വിഷമിച്ച് നിൽക്കുമായിരിക്കും അവര്. ഇതേ സമയത്തന്നെ വൈജയന്തിയുടെ അടുത്തേക്ക് വൈജയന്തിയെ ശുശ്രൂഷിക്കാൻ വന്ന ആ ഒരു നഴ്സ് വന്നു. അന്നേരം അവരുടെ കയ്യിൽ ആ ഒരു പത്രം ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു പത്രം അതെടുത്തുകൊണ്ട് തന്നെ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ എന്ന് പറയും. എന്താ ഇതിനകത്ത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അത് നോക്കുകയാണ്. അതെ, ഇന്നലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ വാർത്തയും കാര്യങ്ങളൊക്കെ എല്ലാം ഈ പത്രത്തിലുണ്ടെന്ന് പറയും. അങ്ങനെ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ വൈജയന്തി ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. തന്റെ മകന് ഷർട്ട് പോലും ഇടാതെ ആ ഒരു ബർമുട മാത്രം ഇട്ടിട്ട് ജയിലിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ. അവൻ മാത്രമല്ല, ഹരിയുമുണ്ട് അവന് കൂട്ടായിട്ട്. അത് കണ്ടപ്പോൾ വൈജയന്തിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ആരോട് തന്റെ സങ്കടം പറയും? ബാലചന്ദ്രൻ അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ബാലചന്ദ്രനോട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ പറയാമായിരുന്നു. ഇതിപ്പോ ബാലചന്ദ്രന് ഒന്നിനും പറ്റില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു കമലമ്മയും മനുശങ്കറൊക്കെ. ഈ ഒരു പത്രമൊക്കെ കണ്ട് വാർത്തയെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ കമലമ്മയുടെ ഫോണിലേക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? ആകെ വിഷമത്തിലാണ് കമല. ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല, ചെയ്യാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. ബന്ധുക്കളൊക്കെ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ മനുശങ്കർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആ ഫോൺ അങ്ങോട്ടേക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായല്ലോ, ഞാൻ അന്നേ പറഞ്ഞതാ താക്കീത് നിർത്തണമെന്ന്. അപ്പോ അമ്മ എന്താ പറഞ്ഞത്? അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞിട്ട്, പിന്നെ അവന് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയും. അമ്മക്ക് നാണമുണ്ടോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ ന്യായീകരിക്കാനായിട്ട്? ഇത്തിരിയെങ്കിലും നാണമുണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഇങ്ങനെ അവനെ ന്യായീകരിക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. എന്നിട്ട് വീണ്ടും അമ്മ അവനെ ന്യായീകരിക്കുന്നു. ആ പെൺകൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്മാര് ജീവനോടെ പുറത്തിറങ്ങിയിരിക്കുമോ? അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയും. ഇത് നിസ്സാര കാര്യമാണെന്ന് അമ്മ ഒരിക്കലും കരുതരുത് എന്ന് പറയാണ് കമല. അവിടെ ഇരുന്ന് കമലമ്മ അങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടു കൂടെ തന്നെ പിന്നെ മനുഷ്യകരനോട് പറയുന്നുണ്ട്, എടാ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പുറത്തിറക്കാൻ നോക്കടാ എന്ന് പറയും. പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നാ മതി, കൂടെ എന്നെ കൂടെ പിടിച്ചകത്തിടും. അമ്മക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അത്. അമ്മേ, അമ്മ ഇത് എന്ത് ഭാവിച്ചാണ്? അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ എന്ന് പറയും. ഈ നാട്ടിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ. ഇതിന്റെ പേരിൽ ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ആ സമയത്ത് തന്നെ അലീന ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാനും കൂടെ വരാൻ ചേച്ചി എന്ന് പറയും. ഓ അതൊന്നും വേണ്ട മോളെ, ഇപ്പൊ ഞാൻ തനിച്ചു പോയി വരാമെന്ന് പറയാണ് അലീന. നീ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ കൂടെ തന്നെ അലീന നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് പോയി. അന്നേരം ബാലചന്ദ്രൻ പത്രങ്ങളും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അലീനയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ബാലചന്ദ്രന്. അലീനയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോളെ എന്തായാലും നീ എവിടെ നിന്നും ഇറങ്ങിയല്ലോ. എനിക്ക് ഇന്നലെ എത്രമാത്രം ടെൻഷൻ ഉണ്ടായിരുന്നു എന്നറിയാം. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ അവര് പിടിച്ചോണ്ട് പോയി എന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമായി. അത് കേട്ടപ്പോ അലീന പറയുന്നുണ്ട്, ഏയ് അതൊന്നും സാരമില്ലാച്ചാ, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയും. അല്ല, ആ പെൺകൊച്ച് അത് പരാതി കൊടുക്കാൻ മറ്റോ ചെയ്തോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറയുന്നത്, ആ പെൺകൊച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അച്ഛാ. അച്ഛൻ ഇപ്പൊ ഞാൻ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ പെൺകൊച്ചിന്റെ മാതാപിതാക്കൾക്ക് അവൾ എത്ര പ്രിയപ്പെട്ടതായിരിക്കും. ഇപ്പൊ അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കുന്നില്ലേ? അപ്പോ അതുപോലെ തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്യണം. പറ്റുമെങ്കിൽ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് പറയും. ഇത് കേട്ടപ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ എന്തൊക്കെയായി പറയുന്നത്? അച്ഛാ, അച്ഛൻ അറിയാലോ ഒരു പക്ഷേ ആ പെൺകൊച്ച് അനുഭവിച്ച വേദന എന്താണെന്ന്. രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ ഹരിശങ്കർ കൊണ്ട് അവനെ പെടുത്തിയതായിരിക്കും. എന്നാലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്കറിയില്ല അച്ഛാ.
ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നത് മോളെ നിന്റെ വിഷമം. ബാലചന്ദ്രൻ ഇങ്ങനെ അലീനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്ന സമയത്തിന് അലീന പറയുന്നത്, സാരമില്ല അച്ഛാ, ഇത്രയൊക്കെ ഉള്ളൂ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് എന്നെ അവിടെ പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്റെ മനസ്സ് മുഴുവൻ അതായിരുന്നു എന്ന് പറയും. അന്നേരം ബാലചന്ദ്രൻ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. കാരണം രോഹിതിനെയൊക്കെ ഇറക്കണമെന്നുണ്ട്. എങ്ങനെ ഇറക്കാനാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, ബാലചന്ദ്രനാണെങ്കിൽ ഇപ്പൊ ഒട്ടും വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതിനേക്കാൾ ഉപരി നിസ്സാര കേസൊന്നുമല്ല. പെട്ടെന്നൊന്നും അങ്ങനെ ജാമ്യം കിട്ടാനും പോകുന്നില്ല. അലീന പറഞ്ഞത്, അതെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, നമുക്ക് നോക്കാം. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അലീനയാ പറയുന്നത്. അലീന ഉറപ്പായിട്ടും അവനെ പുറത്തിറക്കിയിരിക്കുമെന്ന് അറിയില്ല മോളെ, ഒരുപക്ഷെ ഹരിയുടെ കൂടെ ചേർന്നിട്ട് അവനും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് പറയും. എനിക്കൊരു വിശ്വാസവും ഇല്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ അലീന പറഞ്ഞിട്ട്, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു കൊടുത്തിട്ട് അലീന അവിടെ നിന്നും പുറത്തിറങ്ങി. പിന്നീട് സുലോചനയോട് ഇത്തിരി നേരം സംസാരിക്കുന്നുണ്ട് അലീന. അതിനുശേഷം അലീന ഗോവർദ്ധനെ വിളിക്കാണ്. ഗോവർദ്ധനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വക്കീലിനെ കാണാം, അവർ ജാമ്യത്തിലിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ വക്കീലിനെ കണ്ടിരുന്നു, ഇതങ്ങനെ നിസ്സാര കാര്യമൊന്നുമല്ല. അത് കേട്ടപ്പോൾ അലീനക്കും ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ പുറത്തിറക്കുമെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തിറക്കാം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവൂ. അങ്ങനെയൊക്കെ കേട്ടോ അലീന ചിന്തിക്കുന്നത്. അലീന ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വരുമ്പോൾ കണ്ടത് വീടിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്ന നാട്ടുകാരെയും കുറച്ച് മാധ്യമപ്രവർത്തകരെയുമാണ്. ബാലചന്ദ്രമേനോന്റെ മകൾ പീഡന കേസ് ഒതുക്കി തീർക്കാൻ കൂട്ടുനിന്നു എന്ന വാർത്ത അവരെ പ്രകോപിതരാക്കിയിരുന്നു. കൃഷ്ണമോള് വീടിനുള്ളിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആൾക്കാരുടെ പരിഹാസവും ചോദ്യങ്ങളൊന്നും അലീനയെ തളർത്തിയില്ല. പകരം അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. രോഹിത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ നിരപരാധിയാണെങ്കിൽ അവനെ ചതിച്ചവരെ വെറുതെ വിടുകയും ചെയ്യരുത്. അവൾ നേരെ ഗോവർദ്ധന്റെ അടുത്തേക്ക് തിരിച്ചു. അലീന സ്വന്തം നിലയിൽ ചില അന്വേഷണങ്ങൾ നടത്തി. ഹരിശങ്കറിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയെ ഹരിശങ്കർ നേരത്തെ പരിചയപ്പെട്ടിരുന്നുവെന്നും അത് ബോധപൂർവം പ്ലാൻ ചെയ്തതാണെന്നും അവൾക്ക് മനസ്സിലായി. രോഹിത്തിനെ ഇതിൽ കുടുക്കിയതാണെന്ന് തെളിയിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് അവൾക്ക് ലഭിച്ചു. കേസ് കോടതിയിലെത്തിയപ്പോൾ അലീന സാക്ഷിക്കൂട്ടിൽ കയറി. പത്രവാർത്തകൾ വെറും കെട്ടിച്ചമച്ചതാണെന്നും അച്ഛൻ ആരെയും പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടില്ല എന്നും അവൾ രേഖാപൂർവം തന്നെ തെളിയിച്ചു. ഹരിശങ്കറിന്റെ ക്രൂരമായ തമാശയാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം രോഹിത്തിന്റെ ഭാവിയും തകർത്തത് എന്ന് അവൾ വാദിച്ചു. എന്നാൽ തന്റെ മകൻ തെറ്റുകാരനല്ല എന്ന് അലീന തെളിയിച്ചപ്പോൾ വൈജയന്തിയുടെ ഉള്ളിലെ അഹങ്കാരം അങ്ങ് അലിഞ്ഞില്ലാതായി. അലീനയെ ഇത്രയും കാലം വെറുത്തതിൽ അവർക്ക് അതിയായ ദുഃഖം തോന്നിയിരുന്നു. ആദ്യമായി വൈജയന്തി അലീനയുടെ കൈകൾ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അവളോട് മാപ്പ് ചോദിച്ചു. രോഹിത് ജാമ്യത്തിലിറങ്ങി. ബാലചന്ദ്രൻ മേനോൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയിരുന്നു. അലീനയുടെ നിശ്ചയദാർഢ്യം കുടുംബത്തെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചു. ഹരിശങ്കർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ തന്നെ അവൻക്ക് ലഭിക്കുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.